വെൽക്കം ടു ടെക് ബെട്ടി. സോളാർ പാനൽ എന്ന് നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന ഫോട്ടോ വോൾട്ടൈക് പാനലുകൾ സൂര്യപ്രകാശത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഫോട്ടോ വോൾട്ടൈക് പാനലുകൾ, എങ്ങനെയാണ് അവ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. സോളാർ സെല്ലുകൾ എന്നറിയപ്പെടുന്ന നിരവധി ചെറിയ യൂണിറ്റുകൾ ചേർന്നാണ് സോളാർ പാനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെല്ലുകൾ പ്രാഥമികമായി നിർമ്മിച്ചിരിക്കുന്നത് അർദ്ധചാലക വസ്തുക്കൾ ഉപയോഗിച്ചാണ്. സാധാരണയായി വെളിച്ചത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സിലിക്കണാണ് ഉപയോഗിച്ച് വരുന്നത്. ഒരു സാധാരണ സോളാർ പാനലിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സിലിക്കണിൽ നിന്നോ മറ്റ് അർദ്ധചാലക വസ്തുക്കളിൽ നിന്നോ നിർമ്മിച്ച പാനലിൻ്റെ അടിസ്ഥാന യൂണിറ്റുകളായ സോളാർ സെല്ലുകൾ സൂര്യപ്രകാശം കടന്നുപോകാനും അതുവഴി സോളാർ സെല്ലുകളെ പാരിസ്ഥിതിക ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്ന ഗ്ലാസ് പാളി, പാനലിന് ഘടനാപരമായ സംരക്ഷണം നൽകുന്ന മെറ്റൽ ഫ്രെയിം, പാരിസ്ഥിതിക നാശത്തിൽ നിന്ന് പാനൽ ഘടകങ്ങളെ സംരക്ഷിക്കുന്നതിനായി സാധാരണയായി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ ഉപയോഗിച്ച് നിർമ്മിച്ച ബാക്ക് ഷീറ്റ്, ആദ്യകാല പാനലുകളുടെ അടിവശത്ത് ഇവ കാണാവുന്നതാണ്. എന്നാൽ പുതിയ ടൈപ്പ് ബൈഫേഷ്യൽ പാനലുകളിൽ പാനലിൻ്റെ അടിവശത്തും ഗ്ലാസ് നൽകുകയും അതുവഴി അൽബിഡോ എന്ന പ്രതിഭാസത്തിലൂടെ സൂര്യപ്രകാശം അടിവശത്തുള്ള ഗ്ലാസിൽ പ്രതിഫലിച്ച് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. പാനൽ വൈദ്യുത കണക്ഷനുകൾ അടങ്ങിയിരിക്കുന്നതും വൈദ്യുതിയുടെ ബാക്ക് ഫ്ലോ തടയാനുമുള്ള ഡയോഡുകൾ അടങ്ങിയതുമായ ജംഗ്ഷൻ ബോക്സ്, ഇവയൊക്കെയാണ് ഈ സോളാർ പാനലുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഘടകങ്ങൾ. എന്താണ് ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം എന്ന് പരിശോധിക്കാം. സോളാർ സെല്ലുകൾ സൂര്യപ്രകാശത്തെ ഫോട്ടോണുകൾ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം. സൂര്യപ്രകാശം ഒരു സോളാർ സെല്ലിൽ പതിക്കുമ്പോൾ ഫോട്ടോണുകൾ അഥവാ പ്രകാശകണങ്ങൾ അർദ്ധചാലക പദാർത്ഥത്താൽ ആഗിരണം ചെയ്യപ്പെടുകയും സാധാരണയായി സിലിക്കണാണ് ഇവിടെ അർദ്ധചാലകമായി വർത്തിക്കുന്നത്. ഓരോ ഫോട്ടോണും ഊർജ്ജവാഹകരാണ്. ഫോട്ടോണുകൾ സോളാർ സെല്ലിൽ തട്ടുമ്പോൾ അവയുടെ ഊർജം സിലിക്കൺ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകളിലേക്ക് മാറ്റുന്നു. ഫോട്ടോണുകളിൽ നിന്നുള്ള ഊർജം സിലിക്കണിലെ ഇലക്ട്രോണുകളെ ഉത്തേജിപ്പിക്കുന്നു. ഇത് സിലിക്കൺ ആറ്റങ്ങൾക്കുള്ളിൽ നിന്നും സ്ഥാനമാറ്റം വരുത്തി തൽസ്ഥാനത്ത് നിന്ന് അവയെ സ്വതന്ത്രമാക്കുന്നു. തന്മൂലം മെറ്റീരിയലിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളും കൂടാതെ ഇലക്ട്രോണുകളുടെ ഒരു അഭാവവും സൃഷ്ടിക്കുന്നു. ഇപ്രകാരം ഒരു വൈദ്യുത മണ്ഡലം അവിടെ രൂപീകരിക്കപ്പെടുന്നു. ഈ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ശേഖരിക്കുന്നതിന് സോളാർ സെൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പി ജംഗ്ഷൻ ഉപയോഗിച്ചാണ്. ഇതിൽ എൻ ടൈപ്പ് സിലിക്കണിൽ അഥവാ നെഗറ്റീവിൽ അധിക ഇലക്ട്രോണുകളുണ്ട്. എന്നാൽ പി ടൈപ്പ് സിലിക്കണിന് പോസിറ്റീവ് സിലിക്കൺ ഇലക്ട്രോണുകൾ ഉണ്ടാകാവുന്ന ദ്വാരങ്ങളുണ്ട്. സ്വതന്ത്ര ഇലക്ട്രോണുകൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പി എൻ ജംഗ്ഷനിലെ വൈദ്യുത മണ്ഡലം അവയെ ഒരു പ്രത്യേക ദിശയിലേക്ക് സിലിക്കണിൻ്റെ എൻ ടൈപ്പ് പാളിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നു. ഇലക്ട്രോണുകൾ സിലിക്കണിൻ്റെ എൻ ടൈപ്പ് വശത്ത് നിന്ന് പി ടൈപ്പ് വശത്തേക്ക് സർക്യൂട്ടിലേക്ക് നീങ്ങുമ്പോൾ അവ ഒരു വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നു. ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹം സോളാർ സെല്ലിൻ്റെ മുകളിലും താഴെയുമുള്ള ലോഹ സമ്പർക്കങ്ങൾ പിടിച്ചെടുക്കുന്നു. തുടർന്ന് ഒരു ബാഹ്യ സർക്യൂട്ടിലേക്ക് കൊടുക്കപ്പെടുന്നു. ഇത് ഡയറക്റ്റ് കറണ്ട് അഥവാ DC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിലേക്ക് AC പരിവർത്തനം ചെയ്യുന്നതിന് ഒരു ഇൻവെർട്ടർ ആവശ്യമാണ്. മിക്ക വീട്ടുപകരണങ്ങളും പവർ ഗ്രിഡും ആൾട്ടർനേറ്റ് കറണ്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സോളാർ പാനലുകൾ ഡയറക്റ്റ് കറണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. DCയെ AC ആക്കി മാറ്റുന്നതിന് സോളാർ പാനലുകളിൽ നിന്നുള്ള വൈദ്യുതി ഒരു ഇൻവെർട്ടർ വഴി കടന്നുപോകുന്നു. ഇൻവെർട്ടർ DC വൈദ്യുതിയായി AC ഇലക്ട്രിസിറ്റിയാക്കി മാറ്റുന്നു. അത് പിന്നീട് വീടുകളിലും മറ്റും ഉപയോഗിക്കാനായി നമുക്ക് സാധിക്കുന്നു. സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിക്കുന്നതിന് ഒരു സമ്പൂർണ്ണ സൗരോർജ്ജ സംവിധാനം ആവശ്യമാണ്. ഇതിൽ സാധാരണയായി സോളാർ പാനലുകൾ അഥവാ സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഫോട്ടോ വോൾട്ടൈക് സെല്ലുകൾ, പാനലുകൾ നിർമ്മിക്കുന്ന DC വൈദ്യുതിയെ AC വൈദ്യുതിയാക്കി മാറ്റുന്ന ഇൻവെർട്ടർ, കൂടാതെ പകൽ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അധിക വൈദ്യുതി രാത്രിയിലോ മേഘാവൃതമായ കാലാവസ്ഥയിലോ ഉപയോഗിക്കുന്നതിന് ബാറ്ററിയിൽ സംഭരിക്കുന്നതിനായി സാധിക്കും. അതിനായി ഓഫ് ഗ്രിഡ് സംവിധാനം, ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ബാറ്ററികൾ നിലവിലുണ്ടെങ്കിൽ സുരക്ഷിതമായി ചാർജ് ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ചാർജ് കൺട്രോളറുകളാണ് ഉപയോഗിക്കുന്നത്. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൽ ഗ്രിഡ് കണക്ഷൻ വഴി നെറ്റ് മീറ്ററിങ്ങിലൂടെ ഉപയോഗശേഷമുള്ള അധിക വൈദ്യുതി പവർ ഗ്രിഡിലേക്ക് നൽകാനും അതിന് നിശ്ചിത തുക നിർണ്ണയിച്ച് ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കാനും സാധിക്കുന്നു.
ഒരു ഫോട്ടോ വോൾട്ടേക് പാനലിൻ്റെ കാര്യക്ഷമത കണക്കാക്കുന്നത് പാനലിൽ പതിക്കുന്ന സൂര്യപ്രകാശം എത്രത്തോളം ഉപയോഗയോഗ്യമായ വൈദ്യുതിയാക്കി മാറ്റുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. സാധാരണ വാണിജ്യ സോളാർ പാനലുകൾക്ക് 15% മുതൽ 22% വരെ കാര്യക്ഷമതയുണ്ട്. മോണോക്രിസ്റ്റലിൻ, പോളിക്രിസ്റ്റലിൻ അല്ലെങ്കിൽ നേർത്ത ഫിലിം ഉപയോഗിക്കുന്ന സോളാർ പാനലുകളും നിലവിലുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായി ഉപയോഗിക്കുന്ന ഹാഫ് കട്ട് മോണോപ്പർക്ക്, ബൈഫേഷ്യൽ, ടോപ്പ് കോൺ പാനലുകൾ എന്നിവയും നിലവിൽ ഉപയോഗിച്ചു വരുന്നു. പാനലുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കോണ്, അതിൻ്റെ ദിശ, പാനലിൽ തണൽ വീഴുന്ന സാഹചര്യങ്ങൾ, ഉയർന്ന താപനില പോലുള്ള പാരിസ്ഥിതിക സാഹചര്യങ്ങൾ എന്നിവ സോളാർ പാനലുകളുടെ കാര്യക്ഷമതയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഫോട്ടോ വോൾട്ടേക് പാനലുകളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിന്യൂവബിൾ എനർജി അഥവാ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സ്. സൗരോർജ്ജം ശുദ്ധവും ഒഴിച്ചുകൂടാനാവാത്തതുമായ ഊർജ്ജ സ്രോതസ്സാണെന്ന് നമുക്കറിയാം. കുറഞ്ഞ പ്രവർത്തന ചെലവാണ് ഈ സോളാർ പാനലുകൾക്ക് നമുക്ക് വേണ്ടി വരുന്നത്. ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്താൽ സോളാർ പാനലുകൾക്ക് ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ മാത്രം മതി. ഇന്ധന ചെലവില്ല. പക്ഷേ പാനലുകൾ നന്നായി മാസത്തിൽ ഒരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കണം. സൗരോർജ്ജം നേരിട്ട് വായു മലിനീകരണം ഉണ്ടാക്കാത്തതിനാൽ പരിസ്ഥിതി സൗഹൃദമാണ്. സോളാർ പാനലുകൾ ചെറിയ തോതിലോ മേൽക്കൂര സംവിധാനങ്ങളിലോ വലിയ തോതിൽ സോളാർ ഫാമുകളായിട്ടോ സ്ഥാപിക്കാവുന്നതാണ്. സൗരോർജ്ജത്തിന് ഫോസിൽ ഇന്ധനങ്ങളുടെയും ഗ്രിഡിൻ്റെയും ആശ്രയം തീരെ കുറയ്ക്കാൻ കഴിയും. ഇതിനുള്ള പ്രധാന വെല്ലുവിളികളും പരിമിതികളും എന്തെന്നാൽ ഇടവിട്ടുള്ള സമയം മാത്രമേ നമുക്ക് സൗരോർജ്ജം പകൽ സമയങ്ങളിൽ ലഭ്യമാകൂ എന്നുള്ളതും കാലാവസ്ഥാ സാഹചര്യങ്ങൾ വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിക്കുന്നു എന്നുള്ളതുമാണ്. കൂടാതെ പ്രാരംഭ ചിലവായി വളരെ നല്ലൊരു തുക തന്നെ മുടക്കേണ്ടി വരുന്നു. നിലവിൽ പുരപ്പുര സോളാർ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ സബ്സിഡി തന്നെ ലഭ്യമാക്കി വരുന്നുണ്ട്. വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് പാനലുകൾ വെക്കുന്നതിന് ഒരു വലിയ പ്രദേശം തന്നെ ആവശ്യമായി വരുന്നു. രാത്രികാല ഉപയോഗത്തിനായി സൗരോർജ്ജം സംഭരിക്കുന്നതിന് ബാറ്ററി സംവിധാനങ്ങളും ആവശ്യമാണ്. അത് വളരെയേറെ ചെലവും സങ്കീർണതയും വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.